ഗയ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റിഫ്രഷിംഗ് ഫ്രൂട്ട് ഡ്രിങ്ക് ആണ്. ഇത് നോയമ്പ് സമയങ്ങളിൽ കുടിക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആണ്. വരെ നമുക്ക് റെസിപ്പി തുടങ്ങാം. ഇതിനായി ഞാൻ എടുത്തേക്കുന്നത് 1/2 കപ്പ് സാബുദാനയാണ്. ഇതിനെ ഒരു 10-12 മിനിറ്റ് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഓക്കെ, ഇതിൽ ട്രാൻസ്പെറൻസി വരുന്നത് വരെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ബോയിലായതിന് ശേഷം ഇതിനെ ഒരു അരിപ്പിലേക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം എടുക്കേണ്ടത് 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ്. അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1/2 കപ്പ് പാല്. ഇത് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത പാലാണ്. ഇതിലേക്ക് ഒരിക്കലും ചൂട് പാൽ ഒഴിക്കാൻ പാടില്ല. നല്ലവണ്ണം തണുപ്പിച്ച പാൽ വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് അതിന് നല്ലവണ്ണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു കട്ടയും വരാത്ത രീതിയിൽ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇത് ചൂട് പാൽ ഒഴിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം എടുക്കേണ്ടത് കട്ടിപ്പാലാണ്. ഇത് നല്ലോണം ബോയിൽ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ്ചർ കുറച്ചായി നട്ട് നമുക്കതിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനൊപ്പം നമുക്കതിനൊന്ന് സ്റ്റെയർ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. മിക്സ്ചർ ഒരിക്കലും ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ അതിൽ കട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്പമായിട്ടാണ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനൊപ്പം സ്റ്റെയർ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഒരു തിക്നെസ് വരുന്നത് വരെ, അതിലൊരു ചെറിയ കട്ടി വരുന്നത് വരെ നമുക്ക് അതിനൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഓക്കെ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിനെ റൂം ടെമ്പറേച്ചറിൽ തണുക്കാൻ വയ്ക്കാം. ഓക്കെ, ഇത് ഇച്ചിരി തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിപ്പോൾ ആഡ് ചെയ്യേണ്ടത് നേരത്തെ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിരുന്ന സാബുദാനയാണ്. ഓക്കെ, ഇതിപ്പോൾ നല്ലവണ്ണം കട്ടി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം. പക്ഷേ ഇതിൽ ആഡ് ചെയ്തതിന് ശേഷം അതിൽ നല്ലവണ്ണം മിക്സായി കിട്ടിക്കോളും. കാരണം തണുത്തതിലായിരിക്കണം നമുക്കത് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് രണ്ടിനെയും നല്ലവണ്ണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ഇതിൽ തിക്നെസ് എടുക്കാവുന്നതാണ്. ഇതിലിപ്പോൾ തിക്നെസ് കൂടിപ്പോയിട്ടുണ്ട്. നമുക്കിവിടെ ഡ്രിങ്ക് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിലാവശ്യമായ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ച ബനാന ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഗ്രേപ്സ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ പേരയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ആപ്പിൾ, അതിനെയും ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമായ ഫ്രൂട്ട്സുകൾ അത്രയും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അവൈലബിളായി കിട്ടുന്ന ഫ്രൂട്ട്സുകൾ വേണം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ എനിക്ക് ഇത്രയും ഫ്രൂട്ട്സാണ് അവൈലബിളായി കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അത്രയും ഫ്രൂട്ട്സാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ എമൗണ്ട് കൂട്ടാവുന്നതാണ്. നിങ്ങൾക്ക് ഇനി ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇതിൽ തിക്നെസ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ ഡ്രിങ്ക് ആണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ കുറച്ച് തണുത്ത പാലൂടെ ആഡ് ചെയ്ത് അതിനെ ലൂസാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഇരുന്ന തിക്നെസ് തന്നെ മതിയാവും. ഇവിടെ നമ്മൾ ഡ്രിങ്കിൻ്റെ ഫോമാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇത്തിരി തണുത്ത പാലൂടെ ഒഴിച്ച് അതിനെ ഒന്ന് ലൂസാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ റിഫ്രഷിംഗ് ഫ്രൂട്ട് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.